ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിന്റെ മേൽക്കൂര വീണ സംഭവം ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫിന്റെയും PTA ആലിപ്പറമ്പിലെ രാഷ്ട്രീയ പൊതുരംഗത്തെ നേതാക്കളുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ യോഗം ചേർന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ മേൽക്കൂര പുനർനിർമ്മിച്ചു നൽകാൻ ധാരണയായി. ഇവിടെ ഇപ്പൊ കുഴി കുഴിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ പ്രിൻസിപ്പൾ അല്ലെങ്കിലും പിയൂണാണ്, പിയൂണ് കം പ്രിൻസിപ്പളാണ്. ഇപ്പൊ എനിക്ക് പുതിയൊരു പണിയും കൂടിയും കിട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ അവിടെ വരികയാണ്. അതില് കുട്ടികൾ വീണിട്ട് നീന്തലറിയാത്ത കുട്ടികൾ, ചെറിയ കുട്ടികളാണ് വരുന്നത്. എനിക്കത് ആട്ടുന്ന ഒരു പണിയും കൂടിയുണ്ട്. ഒരു പണിയും നടക്കണില്ല, ഒന്നും നടക്കണില്ല. മൺകൂനുണ്ട്, ആകെ ചെളിക്കെട്ടാണ്, ക്ലാസ് റൂമുകളില്ല. കുട്ടികൾ പരമാവധി നമ്മളൊപ്പം സഹകരിച്ച് നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ വിദ്യാഭ്യാസം തകരാറിലാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ മൊത്തം അവരുടെ പ്ലേ ഗ്രൗണ്ട് പോയി ഇറങ്ങി നിൽക്കാൻ സ്ഥലമല്ല, അസംബ്ലിക്ക് സ്ഥലമല്ല, ചളിക്കെട്ട്. വരുന്ന രക്ഷിതാക്കൾ ആരവർക്ക് അഡ്മിഷൻ കിട്ടുക? ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മേൽക്കൂര വീണ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സമരത്തിൽ ഇരിക്കെയാണ് സ്കൂളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ്, PTA ഭാരവാഹികൾ, പഞ്ചായത്ത് AEO, സ്കൂൾ അധികാരികൾ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കെട്ടിടം പുനർനിർമ്മിക്കാനും സ്കൂൾ കോമ്പൗണ്ടിൽ കുന്നുകൂടി കിടക്കുന്ന മൺകൂന മാറ്റാനും തീരുമാനമായി. അനുയോജ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് പറഞ്ഞു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികത്വം പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അടിയന്തരമായി പരിഹരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ അധ്യാപകരും ബന്ധപ്പെട്ട കുട്ടികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇത് നാളെ മുതൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പരിഹരിച്ച് ഒരാഴ്ചക്കകം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നമ്മൾ ശ്രമം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ മണ്ണെടുത്ത് നീക്കാനും ക്ലാസ് റൂമിൻ്റെ പ്രവൃത്തി പുരോഗമിക്കാനുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് നവീകരിക്കാനുണ്ട്. ഒരു 10 കൊല്ലം കൊണ്ട് എല്ലാം പൂർത്തിയാവുന്ന ഒരു ഹയർ സെക്കൻഡറി ആയിട്ടാണ് ഇതിനെ കാണുന്നത്. സത്യത്തിൽ 5 കൊല്ലം കൊണ്ട് ഇതിൻ്റെ പകുതി തീർക്കണം എന്ന വാശിയും വീറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ പല പ്രശ്നങ്ങളും അത് പരിഹരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ലാബുകളായിരുന്നാലും സ്റ്റാഫ് റൂമുകളായിരുന്നാലും ക്ലാസ് റൂമുകളൊക്കെ ഒരു പരിധി വരെയൊക്കെ നന്നാക്കി എടുക്കുവാനും നമ്മുടെ ശ്രമങ്ങൾ, കൂട്ടായ ശ്രമം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെയും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൻ്റെയും പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ളൊരു സ്ഥാപനം എന്ന രീതിയിൽ അതിലുപരി നാട്ടുകാർ PTA ഈ പിരിവെടുത്തിട്ട് 10-15 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് എന്നത് ഇത്തരം ഒരു വളരെ ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടായ്മ എടുത്തു പറയേണ്ടതാണ്. സ്കൂളിന്റെ ശോചനീയാവസ്ഥ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ആലിപ്പറമ്പ് CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. നമ്മുടെ സ്കൂളിന്റെ നിലവിലെ ചില അപര്യാപ്തതകൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യും. അതുപോലെ തന്നെ കിഫ്ബിയുടെ 3 കോടി രൂപ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ പൊതുവിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും ക്ലാസുകൾ അടിയന്തരമായി തുടങ്ങാനുള്ള ആവശ്യമായ ഇടപെടലുകൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുകയും അത് നടക്കാനുള്ള ആവശ്യം ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ സ്കൂളിൽ സമഗ്ര വികസന മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. CCN പെരിന്തൽമണ്ണ.